അസ്സലാമു എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മാംഗോ ബാറാണ്. അപ്പോൾ മാംഗോ ബാർ സ്റ്റിക്കൊന്നും വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, കട്ട് ചെയ്തെടുക്കുന്ന രൂപത്തിലാണ് ചെയ്യുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. മാത്രമല്ല ഈ സമയത്ത് മാങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. എല്ലാ കടകളിലും മിക്ക ആളുകളുടെ വീടുകളിലും ഒക്കെ മാങ്ങ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാങ്ങ സീസണിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ബാർ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള മാങ്ങയാണ്. ഒട്ടും നാരില്ലാത്ത മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നാരുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. നാരുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ മാങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വരെ ഫ്രഷ് ക്രീമും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ മുഴുവനായിട്ട് പാല് ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പ് ഫ്രഷ് ക്രീമും പിന്നെ ഒരു 1/4 കപ്പ് പാലും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ മാങ്ങ നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. ആദ്യം നമ്മൾ വെള്ളം കുറച്ചിട്ട് അരക്കുകയാണെങ്കിൽ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടും. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് പാലും 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഓപ്ഷനിലാണ്. മിൽക്ക് മെയ്ഡ് കയ്യിലില്ലെങ്കിൽ അതിന് പകരം കൂടി ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് ഒരല്പം ഒന്ന് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ നമുക്ക് നല്ല ക്രീമി ടെക്സ്ചറിലുള്ള മാംഗോ പ്യൂരി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഏത് ട്രേയിലാണോ നമ്മുടെ മാംഗോ ബാർ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. മുഴുവൻ ഒഴിച്ചതിന് ശേഷം ഇത് നമുക്കൊരു സ്പാച്ചുലയോ അല്ലെങ്കിൽ സ്പൂണോ മറ്റോ വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ സെക്കൻഡ് ലെയർ റെഡിയാക്കുന്ന സമയം വരെ ഇത് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ സെക്കൻഡ് ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് എടുക്കുകയാണ്. 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ക്രീം നല്ല സ്റ്റിഫായിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഒരു 4-5 മിനിറ്റ് സമയം മതി ഇത് നന്നായിട്ട് നല്ല കട്ടിയായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, നല്ല തിക്കായി വന്നിട്ടുണ്ട്, നല്ല സ്റ്റിഫായിട്ട് മാറിയിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വരെ കണ്ടൻസ്ഡ് മിൽക്ക്, അതായത് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാരയും ചേർക്കാം. മിൽക്ക് മെയ്ഡ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അതുപോലെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. അതുകൊണ്ടാണ് 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണെങ്കിൽ കൂടുതൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ച മാംഗോ പ്യൂരി പുറത്തേക്ക് എടുക്കുക. ഇതിപ്പോൾ കൂടുതൽ സമയമൊന്നും ഫ്രീസറിൽ വെച്ചിട്ടില്ല. നമ്മൾ ക്രീം റെഡിയാക്കുന്ന ഒരു സമയം മാത്രമേ വെച്ചിട്ടുള്ളൂ. അത്രയും വെച്ചാൽ മതി. ഇനി ഈ ക്രീം നമുക്കിതിൻ്റെ മുകളിലിട്ടിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ നിരത്തി കൊടുക്കുക. അതുപോലെ എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ ശ്രദ്ധിക്കുക. നിരത്തിയതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സ്മൂത്താക്കി എടുക്കാം. ഒരു സ്പൂണ് വെച്ച് ചെയ്താലും മതി. അതിനുശേഷം നമുക്കിതൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിത് ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. ഫ്രീസറിൽ ഇത് കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും വെക്കണം, എങ്കിലേ സെറ്റായി കിട്ടുള്ളൂ. ചില സമയത്ത് 8 മണിക്കൂറൊക്കെ ആവശ്യമായിട്ട് വരും ഇത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാനിതെന്തായാലും ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. ഒരു 6 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ക്ലിംഗ് റാപ്പ് മാറ്റിയിട്ട് കട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. എങ്കിലും ഒരു 8 മണിക്കൂർ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് സെറ്റായി കിട്ടുമായിരുന്നു. ഞാനൊരു 6 മണിക്കൂറായപ്പോൾ തന്നെ പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു 8 മണിക്കൂറെങ്കിലും വെച്ചോളൂ, അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് സെറ്റായി കിട്ടും. ഇനി ഇത് നമുക്ക് കഴിച്ച് നോക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് ഐസ്ക്രീമും ഇതുപോലുള്ള മാംഗോ ബാറൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുമാത്രമല്ല നമുക്ക് നല്ല എളുപ്പമാണ്. ഇത് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 7-8 മണിക്കൂർ എടുക്കുമെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അതുപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്